പനിനീരൊഴുകുന്ന പെരിയാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പെരിയാറിനെ പറ്റി വയലാർ എഴുതിയത് എങ്ങനെയാണ്? പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണ് നീ എന്നാണ് വയലാർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ പെരിയാറിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ്? ഈ പാട്ടും കേട്ടിട്ട് പെരിയാറിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സ്ഥിതിഗതികൾ മാച്ച് ചെയ്യത്തില്ല. പനിനീരൊഴുകിയിരുന്ന പെരിയാർ വിഷം നിറഞ്ഞ കാളന്തി പോലെയാകുന്നു. വ്യവസായ മേഖലയിൽ നിന്നുള്ള കൊടിയ വിഷത്തിൽ പെരിയാറിലെ മീനുകൾ ചത്തുപൊങ്ങിയതാണോ? സംശയമുണ്ട്. മാത്രമല്ല, കുഫോസിലെ വിദഗ്ധരെത്തി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് പെരിയാറിൽ ഓക്സിജന്റെ അളവ് അപകട നിലയ്ക്കും താഴെയാണെന്നാണ്. വിഷയത്തിൽ ഫാക്ടറികളോളം കുറ്റക്കാരാണ് മലിനീകരണ നിയന്ത്രണ ബോർഡും എന്നാണ് ജനങ്ങളിപ്പോൾ പറയുന്നത്. പെരിയാറിൻ്റെ ദുരന്തം നമ്മൾ അപഗ്രഥിക്കുന്നു. ഇന്നലെ രാത്രി 8:30യോടെയാണ് ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയെന്ന് നാട്ടുകാർ പരാതി പറയുന്നത്. തൊട്ടുപിന്നാലെ മീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങി. മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായത്. വരാപ്പുഴയിലെ മത്സ്യകർഷകനാണ് ഷിബു. ലോണെടുത്തും കടം വാങ്ങിയും 5 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് കൃഷി തുടങ്ങിയത്. ഏക വരുമാന മാർഗം. സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞത് ഒറ്റ നിമിഷം കൊണ്ടാണ്. നൈറ്റ് രാത്രിക്കാണ് ഈ വെള്ളം തുറന്നു വിടുന്നത്. പോലീസിന് മേളിലുണ്ടാവും. കറങ്ങി പൊങ്ങി വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഓടിക്കൊണ്ടിരിക്കണം. മാത്രമേ ഇതേ മലിനീകരണം അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു കുന്നത്തിനും വന്നില്ല ഇവിടെ. അവർ ബോട്ടായിട്ട് വരും. നല്ല വെള്ളമുള്ള സമയത്ത് അവർ എടുത്ത് നോക്കും. ആ കുഴപ്പമില്ലൊന്നും പോകും. ഇവരെല്ലാം കൂടെ ഒത്താശല്ലേ. ഇപ്പം എന്ത് പറയാൻ പറ്റും? നമ്മളിൽ തന്നെ നമ്മുടെ ഗതികേട്. ഇന്നലെ രാത്രി 8:30യോടെയാണ് എടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ രാസമാലിന്യം പെരിയാറിലേക്ക് തള്ളിയത്. തൊട്ടുപിന്നാലെ മീനുകൾ ചത്തുപൊങ്ങി. ആലുവ മുതൽ പെരിയാർ ഒഴുകുന്ന വഴികളിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്തു. ഒഴുകി വന്ന രാസമാലിന്യങ്ങൾ ഷിബുവിനെ പോലെ ഒരുപാട് പേരുടെ ജീവിതോപാധികളാണ് തകർത്തു കളഞ്ഞത്. ചത്ത മീനുകളെ കൊണ്ട് നിറഞ്ഞ പെരിയാർ തീരമായിരുന്നു വരാപ്പുഴക്കാർക്ക് ഇന്നത്തെ കണി. പ്രശ്നത്തിന് പിന്നാലെ കുഫോസിലെ വിദഗ്ധ സംഘം പെരിയാറിൽ പരിശോധന നടത്തി. കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഓക്സിജന്റെ അളവ് അപകട നിലയ്ക്കും താഴെ. ഞങ്ങൾ ഓക്സിജൻ നോക്കുമ്പം ഇപ്പം 2 ppm, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ, ഭയങ്കര കുറവാണ്. മീനിനൊന്നും ജീവിക്കാൻ വരെ പറ്റില്ല. സർഫസിൽ തന്നെയാണ് അത്രയും കണ്ടത്. അപ്പം താഴത്തെ ഞങ്ങൾ ഓക്സിജൻ നോക്കിയപ്പം 1.4 ppm കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മീൻ മുകളിൽ വന്നിട്ട്, എല്ലാ മീനുകളും നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുകളിൽ വന്ന് എയർ എടുക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നാശമാണ് ഉണ്ടായത്. മീനുകൾ ചത്തുപൊങ്ങിയിട്ടും യാതൊരുവിധ പരിശോധനകൾക്കും ഉദ്യോഗസ്ഥരെത്തിയില്ല. ചത്ത മീനുകളുമായി ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതോടെയാണ് അധികാരികൾ കണ്ണു തുറന്നത്. ഇവിടെ ഞങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇനി ഈ വെള്ളമൊക്കെ പരിശോധിച്ച് എന്ന നടപടി ഇവർക്കൊന്നും എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ മുൻകാല അനുഭവങ്ങൾ. ഇനി ഈ നഷ്ടപ്പെട്ട കർഷകരുടെ നഷ്ടം ആര് നികത്തുമെന്നുള്ളതാണ്. ചത്തുപൊങ്ങിയ മീനുകൾ വരാപ്പുഴ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിച്ച മത്സ്യവിൽപ്പന കേന്ദ്രം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു. വിഷയത്തിൽ പ്രതിക്കൂട്ടിലുള്ളത് ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികൾ മാത്രമല്ല, കൃത്യമായ പരിശോധനകൾ നടത്താത്ത മലിനീകരണ നിയന്ത്രണ ബോർഡ് കൂടിയാണ്. നിരന്തര പരാതികൾ ഉണ്ടായിട്ടും ബോർഡ് ചെറുവിരൽ അനക്കിയില്ല എന്ന് പരാതി പറയുന്നുണ്ട് നാട്ടുകാർ. മീനുകൾക്ക് മാത്രമല്ല, പെരിയാറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആരോഗ്യവും പരുങ്ങലിലാണ്. വിഷജലം മുന്നിലൂടൊഴുകുന്നതിന്റെ ആശങ്ക ജനങ്ങളുടെ കണ്ണിൽ കാണാം. പരാതി പറയാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പെരിയാറിലെ ജലം പരിശോധിക്കുന്നതിലും അലംഭാവം. മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ വരുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. കൊച്ചിയിൽ നിന്നും റിജോയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചിയിലെ വരാപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങിയത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. വിഷജലം മുന്നിലൂടെ ഒഴുകുന്നതിൻ്റെ ആശങ്കയിലാണ് പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യർ. ഓക്സിജൻ്റെ ലെവലൊക്കെ വളരെ താണുപോകുന്നു എന്നറിയുമ്പോൾ വല്ലാത്ത അവസ്ഥയാണ്. ജനങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ്.
പഞ്ചായത്ത് സബ്സിഡിയോടുകൂടി സർക്കാരിന്റെ സബ്സിഡിയോട് നടത്തുന്ന ഒരു പദ്ധതിയാണ് കൂട് കൃഷി. എല്ലാ മത്സ്യകർഷകരുടെയും ഒരു ജീവിത മാർഗമാണ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നത്. വർഷാവർഷങ്ങളിൽ ഓരോ മഴക്കാലം തുടങ്ങുമ്പോൾ ഈ കമ്പനികളിൽ നിന്ന് അനധികൃതമായിട്ട് ഒഴുക്കുന്ന വെള്ളത്തിന്റെ ദൂഷഫലമാണ് ഈ കാണുന്നത്. വരാപ്പുഴ കടമക്കുടി മേഖല മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത്. മത്സ്യകൃഷിയെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന 90% ആൾക്കാരുള്ള സ്ഥലങ്ങളാണ് വരാപ്പുഴ കടമക്കുടി. ഇതിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഈ സംഭവം. ഇന്നലെ വിട്ട വെള്ളം അതിൻ്റെ പവർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഷട്ടർ തുറന്ന് നല്ല വെള്ളം പറഞ്ഞിട്ടൊക്കെയാണ്. ഇപ്പോഴാണ് ഇവിടെ നിന്ന് ആൾക്കാർ പോയിട്ട് ടെസ്റ്റിന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോണത്. ഇപ്പോൾ ചെന്ന് കിട്ടണത് നല്ല കണ്ണീര് പോലത്തെ വെള്ളം ആയിക്കോളൂ. ഇന്നലത്തെ വെള്ളം നമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പിടിക്കാനോ ഇവിടെ ആരും ഇല്ല. വളരെ നല്ല വീഴ്ചയാണ് സംഭവിച്ചത്. എന്തെങ്കിലും പറഞ്ഞാൽ അവർ വേറെ രീതിയിൽ അവർ പറയണം എല്ലാ കൊല്ലവും ഈ വെള്ളം വിടും. അപ്പോൾ സാധാരണ നോർമലി ചെയ്യണ സംഭവം തന്നെ അവർ ചെയ്തിട്ടുള്ളതെന്ന് പറയണത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മീൻ കൃഷി ചെയ്യാൻ പറ്റില്ല, മീൻ വളർത്താൻ മീനിൻ്റെ സംഭവം ജലസമ്പത്ത് സംഭവം ഉണ്ടാവില്ല ഈ എല്ലാ കൊല്ലം ഇങ്ങനെ വിടണമെന്നുണ്ടെങ്കിൽ. അവർ പറയണത് അങ്ങനെയാണ്, ഞങ്ങൾ നോർമലി ചെയ്യുന്ന സംഭവം എന്ന് പറയണത്. നിരന്തരമായിട്ട് ഒരു മാസം 2 പ്രാവശ്യമെങ്കിലും ഇവർ ഈ വെള്ളം വിടും. വെള്ളം അത് അത്ര കാര്യമായിട്ട് ഏക്കെങ്കിലും ഇങ്ങനെ അടിത്തട്ട് വരെ മേക്കൂലായിരുന്നു. ഇത്ര നഷ്ടം വരാതെ ഈ പ്രാവശ്യം എന്ന് പറയും ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയുടെ മുന്നോടിയായി മഴ ഉണ്ടാകുന്നു എന്നുള്ള ഈ അറിയിപ്പ് കിട്ടിയതുകൊണ്ട് ഇവര് അതിരൂക്ഷമായിട്ട് ടാങ്ക് കംപ്ലീറ്റ് കാലിയാക്കി വിടുന്നു. പുഴയിൽ ഒരു സാധനം പോലും ഇല്ല. പുഴ രാവിലെ വെള്ളപ്പറ്റിന് പുഴ നിറച്ച് മീൻ താഴെ ചത്ത് കിടക്കണായിരുന്നു. ഇപ്പോൾ താഴെ ചത്ത സാധനങ്ങളൊക്കെ ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയാൽ കൂട് നിറയെ മീനുകളാണ്. ഇത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഇത് എങ്ങനെ ഈ നഷ്ടം നമ്മൾ ബാങ്കിൽ നിന്ന് ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇത് ആരോട് പോയി പറയും? പർവ്വതനദിയുടെ പനിനീരെന്ന് കവിയെ കൊണ്ട് പറയിച്ച പെരിയാറിനുണ്ടായിരിക്കുന്ന ദുരന്തം നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഈ രാസമാലിന്യമൊക്കെ ഈ പുഴയിലേക്ക് പെരിയാറിലേക്ക് അടിയൊഴുക്കൊക്കെ ഉണ്ട്. പുറമേ ശാന്തത അവലംബിക്കുന്ന ഈ പെരിയാറിലേക്ക് ഒഴുകിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ആരെങ്കിലും ഈ പല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു വേഗമില്ല എന്ന് പരാതി പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പരാതികളുമായി ഉത്കണ്ഠയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ പരാതി പറയുമ്പോൾ ഈ സർക്കാർ നൂലാമാലകളൊക്കെ പറഞ്ഞ് അവരെ നിരാശപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാർ അവസരത്തിന് ഉയരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.